അള്ളാന്റെ ഹബീബ് മദീനയിൽ വന്നപ്പോൾ ഒരാൾ പറയാണ്, സ്വഹാബി പറയാണ്, ആദ്യമായി നബി എന്തു പറയുമെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പരിശുദ്ധ ഹബീബിന്റെ സമീപത്ത് ഇങ്ങനെ ചെന്നു നിന്നു. റസൂലുള്ളാഹിന്റെ മുഖഭാവം എങ്ങനെയുണ്ട്, എന്താണ് അവിടുന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അനുയായികളോട്. വളരെ പതുങ്ങിയ സ്വരത്തിൽ പുഞ്ചിരിയോടെ അവിടുന്ന് പറയുകയാണ്, എന്റെ അനുയായികളെ, നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ, നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ. വഅഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയൂ. വസല്ലൂ ബില്ലൈൽ, നിങ്ങൾ രാത്രി നിസ്കരിക്കൂ. വന്നാസു നിയാം, ജനങ്ങൾ മുഴുവൻ സുഷുപ്തിയിലാണ്ടിരിക്കെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കൂ എന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു. സ്വഹാബി പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഉറക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ഫീ മൻസിലിഹി. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, അല്ലയോ ഇത്ബാൻ, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ ലക മിൻ ബൈതിക്, നിന്റെ വീട്ടിൽ ഞാൻ എവിടെ വെച്ചാണ് നിസ്കരിക്കേണ്ടത്? ഫഅശർതു ഇലാ മകാൻ, ഒരു സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്തേക്ക് നിൽക്കുകയും ഫകബ്ബറൻ നബിയു വസഫഫ്നാ ഖൽഫഹു ഫസല്ലാ റക്അതൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വീട് ഇബാദത്തിന്റെ ഒരു കേന്ദ്രമാകണമെന്ന് മാത്രമല്ല, വീട്ടിൽ നിസ്കരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം ഉണ്ടാകണം എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമ്മളങ്ങ് കൃത്യമാക്കണം. ഒരു വീടെടുക്കുമ്പോ ആ വീട്ടിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ആ വീട്ടിലെ ഖിബ്ല നിർണ്ണയിക്കുക എന്ന്. ആ വീട്ടിലെ ഖിബ്ല നിർണ്ണയിക്കണം. കഴിയുമെങ്കിൽ ആ ഖിബ്ലയുടെ അടയാളം, അതല്ലാതെ എവിടെയെങ്കിലും തിരിഞ്ഞങ്ങ് നിസ്കരിക്കുക, അങ്ങനെയല്ല. ആ വീട്ടിലെ ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരു സ്ഥലം ആ വീട്ടിൽ നിർണ്ണയിക്കുക എന്നുള്ളത് ഏറ്റവും ബറക്കത്തുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ഥലത്ത് നിസ്കരിച്ചത്. ഇനി സ്വഹാബികൾക്ക് അവിടെ നിസ്കരിക്കാമല്ലോ, ഇത്ബാൻ അവിടെ നിസ്കരിക്കാമല്ലോ. അപ്പൊ വീട്ടിൽ വെച്ച് നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ? വലിയ ഒരു ചിന്തയാണത്. സഹോദരിമാരെ, നിങ്ങളോട് മാത്രമല്ല വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പുരുഷന്മാർക്കും വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ ഏറ്റവും ഉത്തമമായ സംഗതിയാണ്. ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്ത ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ജമാഅത്ത് നിസ്കാരം അത് പള്ളിയിൽ തന്നെ. ഇനി അത് വീട്ടിലാണെന്ന് പറയണ്ട, അത് പള്ളിയിൽ തന്നെ. ളുഹർ നിസ്കരിച്ചു, ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാം. ആർക്ക്? വീട്ടിൽ പോയാൽ നിസ്കരിക്കൂല, അതല്ലെങ്കിൽ വീട്ടിൽ പോകുന്നില്ല, അയാൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കട്ടെ. നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാ പോകുന്നത്, അയാൾ ഏറ്റവും ഉത്തമമായത് ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വീട്ടിൽ ആ നിസ്കാരത്തിന്റെ ഒരു ബറക്കത്തുണ്ടാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَوْحَيْنَا إِلَى مُوسَى وَأَخِيهِ أَن تَبَوَّآ لِقَوْمِكُمَا بِمِصْرَ بُيُوتًا وَاجْعَلُوا بُيُوتَكُمْ قِبْلَةً وَبَشِّرِ الْمُؤْمِنِينَ وَأَقِيمُوا الصَّلَاةَ وَبَشِّرِ الْمُؤْمِنِينَ. മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത് നമ്മളോടും കൂടെ ഉള്ള ഒരു കൽപ്പനയാണ്. എന്താ പറയുന്നത്? മൂസ അലൈഹിസ്സലാമിനും സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനും നാം ദിവ്യബോധനം നൽകി. എന്ത് നൽകി?
നിങ്ങളും നിങ്ങളുടെ സമുദായവും മിസ്രിൽ വീടുകൾ തയ്യാറാക്കണം. എന്നിട്ട് ആ വീടുകൾ എങ്ങനെയാക്കണം ശ്രദ്ധിച്ചോളൂ. ആ വീടുകളിൽ നിങ്ങൾ നിസ്കരിക്കാൻ ആവശ്യമായ, അല്ലാഹുവിലേക്ക് മുന്നിടാൻ ആവശ്യമായ ഒരു സ്ഥലം കേന്ദ്രീകരിക്കുകയും വേണം. വജ്അലൂ ബുയൂതകും, നിങ്ങളുടെ വീടുകൾ നിങ്ങളാക്കണം ഖിബ്ലതൻ, ഖിബ്ലയാക്കണം, എന്നിലേക്ക് മുന്നിടാനുള്ളതാക്കണം. വലിയ കൊട്ടാരങ്ങളായിരിക്കുമല്ലേ, എന്നാലും വീട്ടിൽ നിസ്കരിക്കാനൊരു സ്ഥലമില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിന്റെ അടയാളമാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കാരം സൃഷ്ടിക്കുക, നിസ്കരിക്കുക. വലാ തത്തഖിദൂഹു ഖുബൂറാ, ആ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കി വെക്കരുതേ. റസൂലുള്ള പറയാണ്, ഇദാ ഖലാ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദി, ഒരാൾ പള്ളിയിൽ വെച്ച് നിസ്കാരം പൂർത്തിയാക്കിയാൽ ഫൽയജ്അൽ ലി ബൈതിഹി നസീബാ, അവന്റെ വീടിനും ആ നിസ്കാരത്തിൽ വെച്ച് ഒരു ഓഹരി നൽകട്ടെ. എന്തുകൊണ്ട്? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ 5-6 ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞോളന്നില്ല. ഒന്ന്. രണ്ട്, വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ മാത്രമേ ആ വീട്ടുകാരായ കുഞ്ഞുങ്ങൾ ആ നിസ്കാരത്തെ പഠിക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. ഭയങ്കര ഒരു രസകരമായ ഒരു രംഗായിരിക്കും അത്. നമ്മൾ വീട്ടിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ 2 വയസ്സുള്ള പേരക്കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള മക്കള് എന്ത് ചെയ്യും? നമ്മളോട് കൂടെ അങ്ങനെ നിസ്കരിക്കും. അത് തന്നെയാണ് അവരുടെ പാഠം, അത് തന്നെയാണ് അവരുടെ വളർച്ച. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്ത് രസാണ് അതിങ്ങനെ കാണാന്. ചെറിയ മക്കളൊക്കെ ചിലപ്പോൾ ശരീരത്തിൽ വസ്ത്രമൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർ നമ്മോട് കൂടെ നിസ്കരിക്കും. അതാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ. അല്ലാഹു തആല അവന്റെ നിസ്കാരം കാരണത്താൽ അവന്റെ വീടുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. വീടുകൾ ഇഖ്ലാസിന്റെ കേന്ദ്രമാകണം. നമ്മുടെ വീടൊരിക്കലും അഹങ്കരിക്കുവാനുള്ള ഒരു കേന്ദ്രമാകരുത്. ഞാൻ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളാണ് അല്ലേ, ആ വീടിന്റെ കവാടങ്ങൾ നമ്മെ കാണാൻ വരുന്നവരുടെ മുമ്പിൽ നമ്മൾ കൊട്ടിയടക്കരുത്. ചിന്തിക്കണം, നമ്മൾ വീടിന്റെ വാതിലിൽ മുട്ടുന്നവരുടെ മുമ്പിൽ ആ വീടിന്റെ വാതിൽ തുറക്കാതിരിക്കരുത്. വീടിന്റെ ദ്വാരത്തിലൂടെ നോക്കി അവഗണിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കാരണം എന്താ? ഈ വീട് നിനക്ക് ശാശ്വതമല്ലല്ലോ, ഈ വീട് നിനക്കുള്ളതല്ലല്ലോ, നിന്റെ പിൻഗാമികൾക്കുള്ളതല്ലേ. നിനക്കൊരു വീടുണ്ടല്ലോ, നാളെ കീടക്കുന്ന വീട്, ഖബറെന്ന മണ്ണറക്കൂട്. നാളെ അങ്ങനെ ഒരു വീട്ടിൽ നിനക്ക് കിടക്കാനുണ്ട്. നാറൂക്കാലുള്ളൊരു കട്ടിലേറ്റി ആളുകൾ മെല്ലെ നടന്നിടുന്നു. ഇരുളാൽ പെയിന്റിട്ട വീട്, ഖബറെന്ന മണ്ണറക്കൂട്. ആ ഒരു ഓർമ്മ നിലനിൽക്കുന്ന ഒരു മുഅ്മിൻ ഒരിക്കലും അവന്റെ വീട് പൊങ്ങച്ചത്തിൻ്റെതാക്കൂല. വീട് പൊങ്ങച്ചത്തിൻ്റെതാക്കൂല എന്ന് പറഞ്ഞാൽ വീട്ടുകാരന്റെ മനസ്സ് പൊങ്ങച്ചത്തിൻ്റെതാവൂല. അതാണ് ഒന്നാമത്തേത്. വീട്ടുകാരന്റെ മനസ്സ് റിയാഇന്റേതാക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ വീട്ടിൽ താമസിക്കുന്നവനാണ്. തന്നെയുമല്ല, നമ്മളുടെ മക്കൾക്കൊക്കെ ആ ഒരു ശ്രദ്ധ നൽകൽ വളരെ അനിവാര്യമാണ്. എൻ്റെ വീട് വലിയ വീടാണ്, എനിക്ക് നല്ല സൗകര്യമുണ്ട്. മുഅ്മിനെ, ഒരു മുഅ്മിനിന്റെ സംസ്കരണത്തിന്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ ചിന്തിക്കണം, ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? സഹോദരിമാര് പറയും, ഒരു വീടുണ്ടാക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഏതാണ്? അടുക്കളയാന്ന് പറയും. നമ്മൾ എന്താ പറയാ? നമ്മളും അടുക്കള തന്നെയാണോ പറയുന്നത്? പടച്ചോനെ, അടുക്കള ഒഴിവാക്കി വേറെ പണിയില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാകുന്നത്. വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ബെഡ്റൂമാണ്. ബെഡ്റൂമിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അറബിയിൽ വീടിന് ബൈത്ത് എന്നാ പറയാ. ബൈത്ത്, ബാത്ത.
രാത്രി താമസിച്ചു, ഉറങ്ങാനുള്ള വീട്. അപ്പൊ ആ വീട് നമ്മൾ തയ്യാറാക്കുമ്പോൾ, തയ്യാറാക്കിയ വീടുകളിലാണെങ്കിൽ തന്നെ അതിന്റെ ബെഡ്റൂമുകളിലുള്ള ഈമാനികമായ ഇസ്ലാമികമായ അന്തരീക്ഷത്തിന് പ്രാധാന്യം നൽകണം. എങ്ങനെ? ആ വീട്ടിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ട് കിടക്കാനുള്ളത്, അവിടെയുള്ള ബാത്റൂമിന്റെ, അവിടെയുള്ള ആ ബെഡ്റൂമിലുള്ള നന്മയുടെ, വൃത്തിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിക്കൊണ്ടാകണം വീടുണ്ടാക്കേണ്ടത്. ഉള്ള വീടുകളിൽ നമ്മൾ സജ്ജീകരിക്കേണ്ടത്. പിന്നെയുള്ള വീട് ഏതാണ്? പിന്നെ വീട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് റൂമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ അടുക്കളയുള്ളൂ. അതെന്താ ഗസ്റ്റ് റൂം? നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് നൽകുന്ന ബഹുമാനം ഒരു മുഅ്മിനിന്റെ അടിസ്ഥാനമായ തത്വമാണ്, അല്ലേ? ഫല്യുക്രിം ലൈഫഹു, അവന്റെ അതിഥിയെ അവൻ ബഹുമാനിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നീ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ കൊല്ലത്തിന്റെ ഇടക്ക് എത്ര അതിഥികൾ വന്നു? ഗസ്റ്റ് റൂമിൽ ഇരിക്കേണ്ട എത്ര അതിഥികൾ വന്നു? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഡെയിലി അതിഥികൾ വരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ പറയാം, മാക്സിമം ഒരു 5-6 ആളുകൾ വന്നിട്ടുണ്ടാവും. ഇവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയത് എന്തൊക്കെയാണ്? അവർക്ക് ഇരിക്കാനുള്ള നല്ല കുഷ്യൻ അല്ലേ, നല്ല സെറ്റി, നല്ല അന്തരീക്ഷം, അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു റൂം. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നതാണ്. ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഈ ഗസ്റ്റ് റൂം ഇത്ര വലുതാക്കുന്നത്? ചിന്തിക്കണത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിഥിയെ ബഹുമാനിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നോമ്പല്ലാത്ത ഒരു കാലത്ത് നമ്മൾ അയാൾക്ക് ചായ കൊടുക്കുകയാണ്. അയാൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഇരിക്കുന്ന ആള് ഒരാളുടെ വീട്ടിൽ പോയാൽ എത്ര ചായയും പഴംപൊരിയും കഴിക്കും? അവനാൻ്റെ എണ്ണം പറഞ്ഞോളൂ. എത്ര കഴിക്കും? 4 കഴിക്കുമോ? ആരും മിണ്ടുന്നില്ല. 6 ആകെ കഴിക്കൂ 1. പക്ഷെ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പഴംപൊരിയും ചായ ഇന്നുവരെ കിട്ടിയിട്ടുണ്ടോ? ആകെ കിട്ടിയിട്ടുണ്ടോ ചായ മക്കണിയിലായിരിക്കും, അല്ലേ? അതാണ് ഇക്റാമുൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അയാൾക്കൊരു 10 പഴംപൊരി ഒന്നായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ മധുര പലഹാരങ്ങൾ ഒരുപാട്. ഒരാളുടെ വീട്ടിൽ പോയാൽ കണ്ടിട്ടില്ലേ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ? അത് അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ്. അത് ധൂർത്തല്ല, അല്ലേ? അത് ധൂർത്തല്ല, അത് ധൂർത്താവാനും പാടില്ല. അങ്ങനെ ഞാൻ ഈ അതിഥിക്ക് ഉണ്ടാക്കിയാൽ ഇത് വേസ്റ്റ് ആയി പോകും, ഇത് കുഴിച്ചിടേണ്ടി വരും, അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് തന്നെയാണ്. ഇതുണ്ടാക്കിയാൽ ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളത് കഴിക്കാൻ ആളുണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ, അതൊരിക്കലും വേസ്റ്റ് അല്ല. ചിന്തിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞ കാര്യമാണ് അതിഥിയെ ബഹുമാനിക്കണം. അപ്പൊ ഗസ്റ്റ് റൂം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഗസ്റ്റ് റൂം അതിഥിക്ക് വിശ്രമിക്കാനുള്ളതാണ്, ആ അതിഥിക്ക് നന്നായിട്ട് ഇരിക്കാനുള്ളതാണ്, അവന് ആശ്വാസം ഉണ്ടാകാനാണ്. അതിഥി വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരാശ്വാസവും ഒരാനന്ദവും ലഭ്യമാകണം എന്ന് കരുതിയിട്ട് നമ്മൾ അനുകരിക്കാൻ പോകണ്ട. എന്ത് പറ്റിപ്പോയി നമുക്ക്? എല്ലായിടങ്ങളിലും ആഡംബരത്തിന്റെ അനുകരണങ്ങളാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എല്ലാവർക്കും വീടുണ്ടാക്കണം, അതിനെന്ത് നശിപ്പിച്ചിട്ടായാലും യാതൊരു കുഴപ്പമില്ല. ചിന്തിക്കണം. നമ്മുടെ ഭൂമിയിലേക്ക് അല്ലാഹു തആല വർഷിപ്പിക്കുന്ന വെള്ളം ആ ഭൂമിയുടെ അടിയിലേക്ക് എത്താൻ ആവശ്യമായ സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ആ വെള്ളം സംഭരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ വീടിന്റെ മുകളിൽ, വീടിന്റെ മുറ്റത്ത് വീഴുന്ന വെള്ളം യഥാർത്ഥത്തിൽ ആ ഭൂമിക്ക് അവകാശപ്പെട്ട വെള്ളമാണ് എന്നതാണ്. ആ ഭൂമിയിൽ അവിടെ നമ്മൾ വെള്ളമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ആ വെള്ളം കിട്ടാൻ ആവശ്യമായ മഴ അവിടെ പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ? പ്രകൃതി അങ്ങ് നശിപ്പിച്ചു. നമ്മുടെ വീടിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ യാതൊരു കാരുണ്യമില്ലാതെ ആകെ അങ്ങ് നശിപ്പിച്ചു. നമ്മുടെ വീടുകളിൽ അതിന് പകരം നമ്മൾ ചെയ്യണം. പകരം ചെയ്യണം വീടുകളിൽ. എങ്ങനെ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. എല്ലാ വീട്ടിലും മരം വെച്ച് പിടിപ്പിക്കാൻ കഴിയില്ല. കാരണം ആകെ ഒരു മരത്തിന്റെ വിസ്താരത്തിൽ ആ വീടിന്റെ സ്ഥലം തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ വരെന്ത് ചെയ്യുക? വീട്ടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ബർക്കത്താണ്.
അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുമല്ലോ മരങ്ങൾ, ഇലകൾ. വലിയ ബറക്കത്താണ് വീടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല പൂച്ചട്ടികളിൽ, പഴയ കാലത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കേണ്ടിയിരുന്നില്ലല്ലോ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി. ചെങ്ങമ്പുഴ ഇങ്ങനെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ പാടുമ്പോൾ പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞാല പുൽകി നീക്കി പുലരോളി മാമാല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടല്ല പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതൂരെ പൂമഴയായി. പിന്നെ കേരളത്തിന്റെ പഴയ അന്തരീക്ഷാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പാടാൻ തുടങ്ങിയപ്പോഴോ തോടുകൾ വരണ്ടുപോയി ഇന്നുണങ്ങിയ ചെളി പാടുകൾ മാത്രം പണ്ടു തെളിനീരൊഴുക്കുകൾ. ഈ ഒരവസ്ഥയിലാ ഉള്ളത്. നമ്മുടെ വീടുകളിൽ അതിന് മാറ്റം വരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പ്രത്യേകമായിട്ട് ആ കാര്യം ഏൽപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അത് വെറും അലങ്കാരാണ്. നല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് വരുന്ന കാര്യമാണ്. വീട്ടിൽ നല്ല പൂക്കൾ ഉണ്ടാക്കുക, ചെടിച്ചട്ടിയിൽ പൂക്കൾ വളർത്തുക, ആ പൂക്കൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക, അതിനെ വളർത്തുക, അതിൻ്റെ പൂക്കൾ നമ്മൾ ആസ്വദിക്കുക. അതൊക്കെ വലിയ ബറക്കത്തുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് വലിയ വലിയ വീടുകൾ നിർമ്മിക്കുക എന്നത്. ആര് വീടുകൾ ഉണ്ടാക്കുക? താമസിക്കാനുള്ള വീടുകളല്ല, അഹങ്കാരത്തിന്റെയും അത്യാഡംബരങ്ങളുടെയും വീടുകൾ ഉണ്ടാക്കുക. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅൻതൽ ഹുഫാത്തൽ ഉറാത്ത് റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ. കാലിൽ ചെരിപ്പിടാൻ കഴിയാത്ത, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്ത ആളുകളെ നീ കാണലാകുന്നു. എങ്ങനെ കാണൽ? യതതാവലൂന ഫിൽ ബുൻയാൻ. അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് നീ കാണലാകുന്നു. കണ്ടോ നിങ്ങൾ? വീടുണ്ടാക്കുന്നത് താമസിക്കാനല്ല. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ അയൽവാസിയേക്കാൾ വലിയ വീട്, എല്ലാം ആ ചിന്ത അങ്ങ് മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. മുഅ്മിനെ, വിശ്വാസിയുടെ വീടാണല്ലോ വിഷയം. നമ്മുടെ വരുമാനം, ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ടവർ, എത്രയോ വർഷങ്ങളോളം കഷ്ടപ്പെട്ടവർ കിട്ടിയ സമ്പാദ്യം മുഴുവൻ മണ്ണിലും കല്ലിലുമായി ചെലവഴിച്ചാൽ, കച്ചവടം ചെയ്യുന്നവൻ വീടെടുക്കുന്നത് സ്വന്തം വരുമാനത്തിൽ നിന്നല്ല, അത് കടം വാങ്ങിയിട്ടുമല്ല, പലിശക്കെടുത്തിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നമ്മൾ, അല്ലേ? വീടെടുക്കാൻ ഒരു പക്ഷേ അനിവാര്യമായ രീതിയിൽ ഒരാളുടെ അടിസ്ഥാന ആവശ്യമാണെന്നുള്ള നിലക്ക് അതിന് കടം വാങ്ങൽ അനിവാര്യമാണ്. പക്ഷെ പലിശക്ക് വാങ്ങാൻ ആരാ അനുവദിച്ചിട്ടുണ്ട്? അല്ലേ? ആ വീട്ടിൽ താമസിക്കുന്നവൻ എങ്ങനെയാ ബറക്കത്ത് ഉണ്ടാവുക? അവന്റെ അമലുകൾ എങ്ങനെയാ അല്ലാഹു തആല സ്വീകരിക്കുക? അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ വിഷമിക്കാനല്ല. റമളാനാ, തൗബ ചെയ്തോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊറുക്കലിനെ തേടിക്കോ. നിങ്ങൾക്കറിയോ, ഇന്നും സൗദി അറേബ്യയിലെ മദായിനു സാലിഹ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടമുണ്ടല്ലോ. എന്താ അവിടുത്തെ പ്രത്യേകത? അവരാരായിരുന്നു? അവർ സമൂദ് ഗോത്രമായിരുന്നു. ആരാ സമൂദ് ഗോത്രം? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر ബിൽവാദ്. ഓതുന്നത് കേൾക്കാറില്ലേ? ആദ് സമുദായം വലിയ വീടുകൾ ഉണ്ടാക്കി, അവർ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഹൂദ് അലൈഹിസ്സലാം അവരോട് ചോദിച്ച ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്റെ സമുദായമേ, അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ.
നിങ്ങൾ എന്തിനാണ് ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ വലിയ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്? ലഅല്ലകും തഖ്ലുദൂൻ, നിങ്ങൾ ശാശ്വതരായി ജീവിക്കും ഇവിടെ എന്ന് കരുതിയിട്ടാണോ? ഹൂദ് നബി അലൈഹിസ്സലാം ചോദിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട്. ഹൂദ് നബി അവരെ പരിഹസിച്ചു, ഞങ്ങൾ വീടുണ്ടാക്കും. അവരെ കുറിച്ച് അല്ലാഹ് പറയുന്നത് എന്താ? ഇറമദാത്തിൽ ഇമാദ്. ദാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഗോപുരത്തിന്റെ ഉടമകൾ. ഇമാദ് വലിയ ഗോപുരമാണ്. അവർ വീടുണ്ടാക്കുക മാത്രമല്ല, അതിന് വലിയ ഗോപുരം ഉണ്ടാക്കുന്ന വീട് വലിയ വീടാണ്. അലങ്കാരത്തിന്റെ വലിയ വലിയ വീടുകൾ അവരുണ്ടാക്കുമായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ആ വീടുകൾക്ക് എന്ത് സംഭവിച്ചു? ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, സാലിഹ് അലൈഹിസ്സലാം സമൂദ് ഗോത്രക്കാരോട് പറഞ്ഞു, ഇന്നും നിങ്ങൾക്ക് മദായിൻ സ്വാലിഹിൽ ചെന്നാൽ കാണാൻ കഴിയും വലിയ വലിയ മലഞ്ചെരുവുകളിൽ പാറകൾ തുരന്നുകൊണ്ട് വലിയ വലിയ വീടുണ്ടാക്കിയ ആളുകളുണ്ടല്ലോ. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അല്ലാഹു നമ്മോട് പറയുന്നത്, വീടുണ്ടാക്കുമ്പോഴും ഉള്ള വീട്ടിൽ താമസിക്കുമ്പോഴും അല്ലാഹുവിനെ മറക്കരുത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ സംഭവിച്ചത്? അൽഹാഖത്തു മൽഹാഖ വമാ അദ്റാക മൽഹാഖ കസ്സബത് സമൂദ് വആദും ബിൽഖാരിഅ വഅമ്മാ സമൂദ് ഫഉഹ്ലികൂ ബിത്വാഗിയ عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام. സമൂദ് ഗോത്രത്തെ അല്ലാഹു തആല ശിക്ഷിച്ചു. ആദ് സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റുകൾ വന്നപ്പോൾ അവരെല്ലാവരും അവരുടെ ശരീരങ്ങൾ, എല്ലാവരുടെയും ശരീരങ്ങൾ വീണ് കിടക്കുന്ന ഈന്തപ്പനകൾക്ക് സമാനമായി എന്ന് പരിശുദ്ധ ഖുർആൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് അല്ലേ? അതെങ്ങനെയായിരുന്നു? നബിയുടെ വീടുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്ത് റസൂലുള്ളാഹിന്റെ വീടുകളിൽ പാലിക്കേണ്ട മര്യാദയെ സംബന്ധിച്ച് പറയുന്ന വീടാണ്. ആ നബിയുടെ വീട്ടിൽ എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്? ഹബീബായ റസൂലുള്ളാഹിയുടെ വീട്, റസൂലുള്ളാഹിന്റെ വീട് വലിയ വീടുകളായിരുന്നല്ലോ. ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച വീട് മക്കയിൽ, ആ ജനിച്ച വീട് ഇന്നും ആ വീട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ആ വീടിന്റെ മറ്റൊരു രൂപം പോയവര് കണ്ടിട്ടുണ്ടാകും. ആ വീടൊരു ലൈബ്രറിയാണിന്ന്. ലൈബ്രറിയാണ് ആ വീട്. ഞാൻ ആ വീടിന്റെ സമീപത്ത് കൂടെ അങ്ങനെ പോയി. അതിന്റെ തൊട്ടടുക്കൽ ഒരു ബാത്റൂം ഉണ്ട്, ഭയങ്കര ബാത്റൂം. ഞാൻ ചെന്ന ആ ദിവസം, നേരത്തെ പോലെ തന്നെ മതി, ഞാൻ ചെന്ന ആ ദിവസമാണെങ്കിൽ ആ ബാത്റൂം ബ്ലോക്കാണ്. ബാത്റൂമിൽ ഒരു വെള്ളപ്പൊക്കം. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, അയാൾ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്, പോയ ആളുകൾ ഉണ്ടാവും, ഈ ബാത്റൂം നിന്നിരുന്ന സ്ഥലത്തായിരുന്നത്രേ അബൂജഹലിന്റെ വീട്. അബൂജഹലിന്റെ വീട്ടിൽ ഇന്ന് വലിയ ടോയ്ലറ്റ് സംവിധാനവും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്ന് ലൈബ്രറിയും. മുഅ്മിനെ, നമ്മൾ പഠിക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ കൂടെയായിരുന്നു താമസം. 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് താമസിച്ചിരുന്നത് ഖദീജ ബീവിയുടെ വീട്ടിലായിരുന്നു. ആ വീട് വലിയ വീടായിരുന്നു, വിശാലമായ വീടായിരുന്നു. റസൂലുള്ളാഹിന്റെ പെൺമക്കൾക്ക് കിടക്കാനുള്ള ബെഡ്റൂമുകൾ അതിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുകൾ സൂക്ഷിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നിഅമത്തുകളുള്ള അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു വീടായിരുന്നു അത്. അത് കഴിഞ്ഞ് അല്ലാഹു
അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പോകുമ്പോ ആ വീട് റസൂലുള്ളാഹിന്റെ ബന്ധുക്കളിൽപ്പെട്ട ഒരാൾക്ക് കൈമാറിയതിന് ശേഷം ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ മക്കയിലേക്ക് മക്കം ഫത്ഹിന്റെ വേളയിൽ കടന്നു വന്നപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് ഏത് വീട്ടിലാണ് ഇന്ന് താമസിക്കുക? അള്ളാഹുവിന്റെ റസൂൽ അന്ന് താമസിച്ചത് ഈ ബന്ധുവിന് കൈമാറിയ വീട്ടിലായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവിടുന്ന് മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നു, പള്ളിയുണ്ടാക്കിയ ആ വീടുകളുടെ പള്ളിയുണ്ടാക്കിയ പള്ളികളുടെ വീടിന്റെ സമീപത്ത് അള്ളാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാർക്ക് വേണ്ടി ചെറിയ ചെറിയ റൂമുകൾ ഉണ്ടാക്കി, മുറികൾ ഉണ്ടാക്കി. ആ മുറികളാണ് അൽ ഹുജുറാത്ത് എന്നറിയപ്പെടുന്നത്, റൂമുകൾ എന്നറിയപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹിന്റെ വീടുകൾ വളരെ ചെറുതായിരുന്നു. മുഅ്മിനെ, നമ്മൾ ആലോചിക്കണം, അള്ളാഹിന്റെ ഹബീബിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ റൂമിന്റെ വിശാലതയുണ്ടല്ലോ, 6 മുഴം നീളവും 6 മുഴം വീതിയും 7 മുഴം നീളവുമാ ഉണ്ടായിരുന്നത്. സ്വഹാബികൾ പറയുകയാണ്, ഞങ്ങളൊന്ന് കൈകൾ ഉയർത്തിയാൽ റസൂലുള്ളാഹിന്റെ വീടിന്റെ മേൽപ്പുരയിൽ മുട്ടുമായിരുന്നു. മണ്ണിന്റെ ചുവരുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഈന്തപ്പനയുടെ മേൽക്കൂരയായിരുന്നു ഉണ്ടായിരുന്നത്. ഹബീബായ നബിയുടെ വീട്ടിൽ ഭൗതികമായ സൗകര്യങ്ങളായിട്ട് ഒരു ചെറിയ ഓലപ്പായ ഉണ്ടായിരുന്നു. അതാണ് ഹദീസിൽ നമ്മൾ ഇടക്കിടക്ക് കാണാറുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിയെ കാണാൻ വന്നപ്പോ നബി തിരുമേനിയുടെ ശരീരത്തിൽ അതാ വെളുത്തു തുടുത്ത ആ സുന്ദരമായ മേനിയില് അള്ളാഹുവിന്റെ ഹബീബിന്റെ പുറംഭാഗത്ത് ആ ഈന്തപ്പനയുടെ മട്ടലിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കാണുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ണിൽ വെള്ളം നിറച്ച് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ അവസ്ഥ എന്താണ്? അങ്ങയുടെ അവസ്ഥ എന്താണ്? അങ്ങ് വലിയ രാജാവല്ലയോ നബിയേ? കിസ്റയുടെയും കൈസറിന്റെയും ഉടമസ്ഥന്മാർ വലിയ വലിയ കൊട്ടാരങ്ങളിൽ അന്തി ഉറങ്ങുമ്പോ, അവർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ അവസ്ഥ ഇതെന്താണ്? അവിടുന്ന് റസൂലുള്ള പറഞ്ഞ മറുപടി നബിയുടെ ജീവിത വീക്ഷണമായിരുന്നു. അല്ലയോ ഉമറേ, നിനക്കിഷ്ടമല്ലയോ നമുക്ക് പരലോകവും അവർക്ക് ദുനിയാവുമാകൽ, അന്തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, നമുക്ക് ആഖിറവും അവർക്ക് ദുനിയാവുമാവൽ നിനക്ക് ഇഷ്ടമല്ലയോ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈന്തപ്പനയുടെ നാരുകൾ നിറച്ച ഒരു തലയിണ ഉണ്ടായിരുന്നു. ആ തലയിണ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ അതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. തോലിന്റെ ഒരു വിരിപ്പുണ്ടായിരുന്നു, ഒരു ചെറിയ പാനപാത്രം ഉണ്ടായിരുന്നു, ധാന്യപാത്രം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, നബി അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. പക്ഷേ ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു നാടൻ കട്ടിലല്ലാതെ മറ്റൊന്നും കിടക്കാനുണ്ടായിരുന്നില്ല. ഒരു ചെറിയ കണ്ണാടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ കണ്ണാടി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ പലപ്പോഴും പാടുകൾ കാണുമ്പോൾ, ഈന്തപ്പനയുടെ പാടുകൾ കാണുമ്പോൾ, എനിക്കെന്തിനാ ദുനിയാവ്, മാലി വലി ദുനിയാ, ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ്? ഞാൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ മരത്തണലിൽ തണല് കൊള്ളാൻ വേണ്ടിയിരുന്ന ഒരു വഴിയാത്രികൻ മാത്രമാണെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ പൊങ്ങച്ചമില്ല, അവിടെ ഭരണത്തിന്റെ അഹന്തയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവിത്രമായ ആ വീട്ടിൽ പലപ്പോഴും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ദിവസങ്ങളോളം അടുപ്പിൽ തീ പുകയാറില്ല, ദിവസങ്ങളോളം ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നതാരാ? ഉമ്മുൽ ഖുറാവിലെ മാണിക്യപ്പൂവേ, ഉമ്മുൽ മുഅ്മിനീന ആയിഷ ബീവി. അവർക്കാവശ്യം ഭക്ഷണമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വീടുകൾ കാലങ്ങളോളം മദീനയിൽ ഉണ്ടായിരുന്നു. മദീന പള്ളി ഇങ്ങനെ വികസിപ്പിക്കുമ്പോഴും ആ വീടുകൾ അവർ പൊളിച്ചിരുന്നില്ല. അങ്ങനെ ഹിജ്റ വർഷം 87 വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന അന്നത്തെ ഭരണാധികാരി
മദീനയിലെ പള്ളി വീതി കൂട്ടുമ്പോ മുസ്ലിങ്ങൾ എല്ലാവരും അത് കാണാൻ വേണ്ടി വന്നു. സ്വഹാബികൾ അവരുടെ കൂട്ടത്തിലുണ്ട്, താബിഈങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്, കൊച്ചുകുട്ടികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മദീന പള്ളിയിലെ റൗള ഷരീഫിനോട് ചേർന്ന് ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് മറച്ച ചെറിയ ചെറിയ ആ കൊച്ചു കൊച്ചു വീടുകൾ, ജോലിക്കാരായ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരതിങ്ങനെ വലിച്ചു മാറ്റുമ്പോ അത് തകർത്തുകൊണ്ടിരിക്കെ മദീന പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ വാവിട്ട് കരഞ്ഞുപോയി എന്ന് മഹാന്മാരായ ഉലമാ നമ്മോട് പറയുകയാ. റസൂലുള്ളാഹിന്റെ വീടുകൾ പൊളിച്ചു കളയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട താബിഈ പറയുകയാണ്, താബിആയ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ വീട് നിലനിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഉമ്മത്തിന്റെ ആഡംബരം വർദ്ധിക്കുകയാണ്, സമുദായത്തിന് പണം കുന്നുകൂടുകയാണ്. അങ്ങനെ അവർ മദീനയിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ കുടുംബവും എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ മാതൃകയാണ് സ്വഹാബികളും സ്വീകരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഗവർണർ ആയിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ചോദിച്ചു, ഞാൻ ഒരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു രാജ്ഭവൻ, ഒരു ഗവർണറുടെ വസതി, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു നിർദ്ദേശം തരിക. അവിടുന്ന് പറഞ്ഞു, സഅദേ, വെയിലിൽ നിന്ന് നിന്നെ കാക്കുന്ന, മഴയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്ന ഒരു വീട് നീ ഉണ്ടാക്കിക്കോ. നിന്റെ വീട്ടിൽ നീ പൊങ്ങച്ചം കാണിക്കണ്ട. അതാണല്ലോ മുഹമ്മദ് നബിക്ക് നമുക്ക് പറഞ്ഞു തന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ വീടിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താ? ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നത്, ഈ വീടിന്റെ സമീപത്ത് നമ്മൾ ഇന്നെത്തിയാലും ഇത് സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. എങ്ങനെ? ഈ വീടിന്റെ സമീപത്ത് നമ്മൾ ഇന്നെത്തിയാലും യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദം കൂട്ടാൻ പാടില്ല. നമ്മൾ അവിടെ പോകുമല്ലോ, അവിടെ ഒരു വീടിന്റെ സമീപത്ത് നമ്മൾ പോകുമല്ലോ, ഒരു ദ്വാരത്തിലൂടെ നോക്കാൻ കോടാനക്കോടി ജനങ്ങൾക്കിടയിൽ ഒരാളായി നമ്മൾ എത്ര ദൂരെ നിന്നാ കടന്നു പോകുന്നത്? ആഗ്രഹത്തോടെ കടന്നു പോകുന്നത് എവിടേക്കാ? അല്ലാഹുവിന്റെ ഹബീബ് താമസിച്ച ആ വീടുണ്ടല്ലോ, മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗത്തിലെ തോട്ടമാണെന്ന് പറഞ്ഞ ആ തോട്ടത്തെ കാണാൻ നമ്മൾ കടന്നു പോകുമ്പോൾ ശബ്ദം നമ്മൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അവർ പരസ്പരം സംസാരിക്കുമ്പോ ശബ്ദം കുറച്ചുയർന്നു പോയപ്പോൾ ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അവിടെ നിന്ന് ശബ്ദം ഉയർത്തുന്ന ആളുകൾ അല്ലാഹു അവരെ പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഞാനത് വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹിയുടെ ഭവനത്തിന്റെ സമീപത്ത് പോകാൻ അവസരം കിട്ടിയാൽ ആ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ട് എന്ന തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് അല്ലാഹു തആല ഈ വചനങ്ങളിലൂടെ പറയുന്നത്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുന്ന ആളുകൾ സമ്മതം ചോദിക്കേണ്ടതാണ്. ഇന്നത്തെ സമ്മതം കോളിംഗ് ബെല്ലാണ്. അല്ലാഹു അത് പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്താ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. വളരെ ശ്രദ്ധിക്കണം. ഒരു വീട്ടിലുള്ള ബെഡ്റൂമുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും സമ്മതം ചോദിക്കണം. ആ ബെഡ്റൂമിൽ ഉമ്മ ഉണ്ട്,
പെങ്ങളുണ്ട്, ജ്യേഷ്ഠനുണ്ട്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള അടിമകളും പ്രായപൂർത്തി എത്താത്തവരും 3 തവണ സമ്മതം ചോദിക്കണം. പ്രായപൂർത്തി എത്തിയോരോ അടിമകളല്ലാത്തോരോ ഒരെപ്പോഴും സമ്മതം ചോദിക്കണം ഒരു ബെഡ്റൂമിലേക്ക് കിടക്കാൻ. എപ്പോഴാണത്? മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ. എപ്പോ? സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ് നിങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. അവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്ന്, അല്ലെ, അത്താഴത്തിന് വിളിക്കുകയാണ്, ആ ബെഡ്റൂമിലേക്ക് അങ്ങ് കടന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്. ബെഡ്റൂമിന്റെ വാതിലിൽ വന്ന് മുട്ടുക വേണ്ടത്. അമ്മമാരൊക്കെ ആലോചിക്കുക, മക്കളോട് വരെ ഈ ഒരു മാതൃക കാണിക്കണം എന്നാണ് മഹാന്മാര് പറയുന്നത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കളോട് സമ്മതം തേടുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്റെ ഉമ്മാനോട് ഞാൻ സമ്മതം ചോദിക്കണോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, അതെ, നിന്റെ ഉമ്മാനോടും നീ സമ്മതം ചോദിക്കണം. കാരണം നിന്റെ ഉമ്മയിൽ നിന്ന് നിനക്ക് ഉമ്മാക്ക് ഇഷ്ടമല്ലാത്ത വല്ലതും നീ കണ്ടാലോ? എപ്പോഴൊക്കെയാണ്? ഒന്നാ സമയത്ത് വഹീന തളഊന സിയാബകും മിനല്ലഹീറ, ഉച്ച സമയത്ത് നിങ്ങൾ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വസ്ത്രം ഊരി വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ. മൂന്നാമത്തേത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന്റെ സമയത്തും, ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും വിശദീകരിക്കുന്നില്ല. ഇനി ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസൂ, നിങ്ങൾ അവരോട് സമ്മതം ചോദിക്കുന്നത് വരെ. സാധാരണ സമ്മതം ചോദിക്കുക എന്നുള്ളതിന് തസ്തഅ്ദിനു എന്നാ പറയേണ്ടത്. ഇവിടെ പറയുന്നത് തസ്തഅ്നിസു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലൽ അവർക്ക് സംതൃപ്തിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. അല്ലാതെ ചെല്ലാൻ പാടില്ല. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊരുത്തണ്ടാവും, പിന്നെ അവർക്ക് കണ്ടുകൂടാന്ന് ഉറപ്പാണ് എന്ന് തന്നെ. എന്നിട്ട് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹത്താ തസ്തഅ്ദിനു, നേരെ അങ്ങ് കയറിയിട്ട് അടുക്കളയിൽ പോയിട്ട് വെള്ളമെടുത്ത് കുടിക്കല്ല. സമ്മതം ചോദിക്കണം, ബെല്ലടിക്കണം, 3 തവണ സമ്മതം ചോദിക്കണം, സലാം പറയണം. സമ്മതം കിട്ടിയില്ലേ, സലാം മടക്കിയില്ലേ, തിരിച്ചു പോരണം. സലാം മടക്കി സമ്മതം തന്നില്ല, നീ തിരിച്ചു പോരണം. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. വീണ്ടും അടുത്തത് എന്താണ്? വഇദാ ദഖൽതും ബുയൂത ഫസല്ലിമൂ അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോന്ന എത്ര ആളുകളുണ്ട്? കൈവക്കൊന്നും വേണ്ട. അങ്ങനെ അല്ലാത്തവരെന്ത് ചെയ്യാ? ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടുകാരോട് സലാം പറയാ, ഭാര്യ ഭർത്താവിനോട് സലാം പറയാ, ഭർത്താവ് ഭാര്യയോട് സലാം പറയാ, ജ്യേഷ്ഠ അനുജനോട് സലാം പറയാ. അങ്ങനെ സലാം പറയൽ വീടിന്റെ മര്യാദയാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസേ യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ അവരോട് സലാം പറയണേ. അങ്ങനെ നീ സലാം പറയൽ അതൊരു ഐശ്വര്യമാണ് നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് ദിക്ർ ചൊല്ലുക. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതിന്റെ ദിക്ർ ചൊല്ലുക. റസൂലുള്ള പറയാണ്, ഇദാ ദഖലർ റജുലു ബൈതഹു, ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറി, ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുക. ശൈത്വാൻ പറയും, ഓ അയാൾ ബിസ്മി ചൊല്ലി കയറി, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കാൻ പറ്റൂല. അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവുമില്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ചൊല്ലേണ്ട ദിക്റുകളിൽ പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിദ്
വഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഇതൊന്നും അറിയാത്ത ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് കയറുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇറങ്ങുക. അത് മര്യാദയാണ്. ഒരുപാട് മര്യാദകളുണ്ട്. നമ്മുടെ വീടിന്റെ വൃത്തി എന്ന് പറയുന്നത് വീടിന്റെ മര്യാദകളിൽ പെട്ട ഒന്നാണ്, അല്ലേ? ചില വീട്ടിലേക്ക് കയറുമ്പോ ഇവിടെ വല്ല ബോംബാക്രമണം നടന്നതുപോലെ ആയിരിക്കും. ഒരു ചെരുപ്പ് അവിടെ, മറ്റൊരു ചെരുപ്പ് ഇവിടെ, ഭയങ്കര അല്ലേ? ഒരു വൃത്തി വേണ്ടേ അതിനൊക്കെ? വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടിലെ വൃത്തി എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരിമാർക്കാണ്, സഹോദരിമാരെ ഏൽപ്പിക്കാം ആ കാര്യം, അല്ലേ? സഹോദരിമാരെയാണ് ആ കാര്യം ഞങ്ങളൊക്കെ ചുമതലപ്പെടുത്തുന്നത്. നിങ്ങളാണ് വീടിന്റെ വൃത്തിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. ചെരുപ്പ് മാത്രമല്ല, അടിച്ചു വാരുക. അതുപോലെ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. വേസ്റ്റുകൾ ഒരു ഭാഗത്ത് കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു വേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ വേസ്റ്റ് എല്ലാം മാറാലകൾ, അതുപോലെ നമ്മൾ അടിച്ചുകൂട്ടിയ ആ അടിച്ചു വാരിയ ആ അവശിഷ്ടങ്ങൾ, അതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടിടാൻ പാടില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം വേണം, അത് നശിപ്പിക്കണം. അതുപോലെ ആ വീട് നമ്മൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ ബാത്റൂമുകൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ മുഅ്മിനിന്റെ അടയാളം. മുഅ്മിൻ അത്തുഹൂറു ശത്രുൽ ഈമാൻ. അവിടെ പിന്നെ ശുദ്ധിയുടെ അടയാളമാണ് അതിന്റെ ഗന്ധം, അതിലുള്ള അവശിഷ്ടങ്ങൾ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുക്കും ചിട്ടയും എന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലല്ല. നമുക്കെല്ലാവർക്കും ഒരുപാട് കാർഡുകള്, ഒരുപാട് സർട്ടിഫിക്കറ്റുകള്, അല്ലേ? ഒരു കുട്ടികൾ ജനിക്കുമ്പോഴേക്ക് തന്നെ കിട്ടുകയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ, എല്ലാറ്റിനും. പിന്നെ എന്താണ് നമ്മുടെ ഈ ആശുപത്രിയുടെ ബില്ല് ഇങ്ങോട്ട് കിട്ടിയിട്ട് ഒരുപാട് സംഗതി. ഇന്നിപ്പോ അതിന് വലിയ പിന്നെ ഒരു കെട്ട് തന്നെ ഉണ്ടാവും. എന്ത്? സമ്മാന കൂപ്പൺ. സമ്മാനക്കൂപ്പ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. അടിക്കുമല്ലെന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അത് സൂക്ഷിച്ചുകൂടെ? ലോട്ടറി എടുക്കുന്നതിനെ പറ്റിയല്ല കേട്ടോ പറയണത്. ഒരു റെഫ്രിജറേറ്റർ വാങ്ങി, നമ്മളൊക്കെ മഹാ ദൗർഭാഗ്യവന്മാരാന്നുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ആ വിഷയത്തിൽ ഇന്ന് വരെ ഒരു സമ്മാനം അടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല. എനിക്ക് ഒരിക്കൽ 1000 രൂപക്കൊരു കൂപ്പൺ കിട്ടുന്ന ഒരു ഇതിൽ ഞാൻ പങ്കെടുത്തു. 1000 രൂപക്കൊരു കൂപ്പൺ കിട്ടും. അപ്പൊ 1000 ഞാനന്ന് എൻ്റെ ഒരു വീട്ടിലുണ്ടായിരുന്ന പെങ്ങളെ കല്യാണവുമായി ബന്ധപ്പെട്ട് 1,00,000 ചില്ലാൻ ഉറുപ്പിയുടെ പലചരക്ക് ചുരുങ്ങിയത് 120 എങ്ങാണ്ടുണ്ട്. ഉറപ്പല്ല, 120 കൂപ്പൺ ഉണ്ടായാൽ അതിൽ നിന്ന് ഒന്നെങ്കിലും അടിക്കുന്ന ഉറപ്പാണല്ലോ. പക്ഷെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഞാൻ. നന്നാ ബോധ്യം ഒരൊറ്റ അടിച്ചില്ല. അള്ളാന്റെ അനുഗ്രഹം. അന്ന് മനസ്സിലായി ആ സമ്മാന കൂപ്പൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ യാ അള്ളാ അത് കിട്ടൂലെന്ന് ഉറപ്പാണ്, അല്ലേ? സ്വർണ്ണം വാങ്ങാൻ അത് സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ആധാർ കാർഡുകള് ഇതെവിടെയാ സൂക്ഷിച്ചു വെക്കുക? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ കടന്ന് തപ്പായിരിക്കും. ഒരു മുഅ്മിനിന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരികയാണ്. ആ കുട്ടികളുടെ ആധാർ കാർഡുകളൊക്കെ ഒന്ന് കാണണല്ലോ. ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് വീട്ടിൽ പോയിട്ട് ആ ഫയൽ കിട്ടുന്നു. ഏത് കുട്ടിയുടെയാണ്? അപ്പൊ 5-6 ഓരോ കുട്ടികൾക്ക് ഓരോ ഫയൽ വെച്ചാൽ മതി. 5-6 കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ കുട്ടികൾക്ക് ഓരോ ഫയൽ, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡുകൾ, തിരിച്ചറിയൽ കാർഡ്, ഇങ്ങനെ ഓരോ കാർഡ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അതാണ് അതിന്റെ അന്തസ്സ്, വീടിന്റെ വൃത്തി, അല്ലേ? വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു സന്തോഷം. വൃത്തിഹീനത ഉണ്ടാവാൻ പാടില്ല. വിരികളൊക്കെ നന്നായി, എല്ലാം ഭംഗിയായിരിക്കണം. വിശ്വാസിയുടെ വീട് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ നല്ല ഭംഗിയായിട്ട് ഇറങ്ങുക. ചെറുപ്പക്കാരെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ അല്ലേ? ചില ആൾക്കാരുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല ചിരിച്ച് കളിച്ച്, കാരണം നാട്ടുകാരോടാണല്ലോ. വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുമ്പോ എന്തോ ഒരു അടി കിട്ടിയ പോലെ ആയിരിക്കും ചെല്ലും. ഏതായാലും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അയാൾ ദിക്ർ ചൊല്ലിയാൽ വളരെ കൃത്യമായി ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ബിസ്മില്ലാഹി ആമന്തു ബില്ലാഹി വഅതസംതു ബില്ലാഹി വതവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അളില്ലാഹ്. അല്ലാഹുവേ, ഞാൻ വഴി തെറ്റി പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ അലയ്യ എന്ന് പറഞ്ഞുള്ള ദിക്റുണ്ടല്ലോ, സാധാരണ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിക്റാണ്. മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് ചൊല്ലിക്കോളൂ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയാൽ
അള്ളാഹുവിന്റെ ഒരു മലക്ക് പറയുമെന്നാണ്. കുഫീത, നിനക്കത് മതി. വഖീത, എല്ലാ ഷർറുകളിൽ നിന്നും നീ കാവൽ നേടിയ ആളാണ്. വതനഹാ അൻഹു ശൈത്വാൻ, ശൈത്വാൻ അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരെ വരവ് അറിയിക്കുക, അതും ഒരു മര്യാദയാണ്. വീട്ടുകാരെ വരവ് അറിയിക്കുക. ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചാടുന്നത് പോലെ. അത് ഞാൻ അതിൽ കൂടെ വിമാനം പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതുപോലെയാണ് ചില ആളുകളുടെ മുഖഭാവം. അത് പാടില്ല എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴും വരുന്ന ആളുകളെ ആ വിവരം അറിയിക്കുമായിരുന്നു. നിങ്ങൾ ഗൾഫ് പോകുന്നില്ലല്ലോ, വേണ്ട, നമ്മള് അങ്ങാടി പോവാണ്, ഞാൻ ഉച്ചക്ക് വരൂട്ടോ, ഞാൻ വൈകുന്നേരം വരൂട്ടോ, അതല്ലെങ്കിൽ ഞാൻ വരാൻ കുറച്ച് വൈകൂട്ടോ. അത് വീടിന്റെ മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നഹാ അയ്യതുറുഖർ റജുലു അഹ്ലഹു ലൈലാ, രാത്രിയിൽ പെട്ടെന്ന് ചെന്ന് വീടിന്റെ വാതിലിൽ മുട്ടൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. വീട്ടിലേക്ക് ശാന്തതയോടെ കയറുക, മുഖപ്രസന്നതയോടെ കയറുക, വീടിലുള്ള വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. യുജറുർ റജുലു ഫീ നഫഖതിഹി കുല്ലിഹാ ഇല്ല തുറാബ്, ഒരു മനുഷ്യന് അവന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഇല്ല തുറാബ്, അവൻ മണ്ണിന് വേണ്ടി ചെലവഴിക്കുന്നതൊഴികെ. അപ്പൊ വീടിന്റെ അലങ്കാരത്തിന്, അത് അഹന്തക്ക് വേണ്ടിയിട്ട്, അത് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ അവൻ വീടുകളെ അഹങ്കാരത്തിന്റെ കേന്ദ്രമാക്കിയാൽ അല്ലാഹു തആല അവന് പ്രതിഫലം നൽകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എല്ലാ കെട്ടിടങ്ങളും ഒരു വ്യക്തിയുടെ മേലിൽ ഏറ്റവും വലിയ നാശമാണ്, ആഖിറത്തിലേക്ക് അവനെ തയ്യാറാക്കിയ കെട്ടിടങ്ങൾ ഒഴികെ. അപ്പൊ വീടിന്റെ അന്തരീക്ഷാണെങ്കിലും നല്ല വൃത്തിയുള്ള, ശുദ്ധിയുള്ള, യാതൊരു അഭംഗിയുമില്ലാത്ത പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഈമാനികമായ അന്തരീക്ഷമുള്ള അല്ലാഹു അങ്ങനെയുള്ള വീടുകളാക്കി നമ്മുടെ വീടുകൾ മാറ്റുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ ഞാൻ പറയാണ്, നമ്മുടെ വീടുകളിൽ കൃത്യമായി മഗ്രിബ് നിസ്കാരാനന്തരം പരിശുദ്ധമായ സൂറത്തുകൾ ഓതുക, യാസീൻ ഓതുക, വാഖിഅ ഓതുക. 2-3 കുട്ടികളുണ്ടാവും. ഒരു മകൻ ഒരു ദിവസം യാസീൻ ഓതട്ടെ, അന്ന് മറ്റൊരു മകൾ വാഖിഅ ഓതട്ടെ, മറ്റൊരാൾ അർ-റഹ്മാൻ ഓതട്ടെ. നിങ്ങൾ വേണമെങ്കിൽ യാസീൻ ഓതിക്കോളൂ എല്ലാ ദിവസവും. അടുത്ത ദിവസം നേരെ തിരിച്ച്, അങ്ങനെ ഒരു അല്പസമയമെങ്കിലും, ഒരു 10-20 മിനിറ്റെങ്കിലും ഓരോ ദിവസവും നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടായാൽ അതിനപ്പുറം എന്താ ഉള്ളത് അല്ലേ? എല്ലാം ഒഴിവാക്കി നമ്മൾ പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആരും കാത്തു നിൽക്കാതെ, ആരെയും കാത്തു നിൽക്കാതെ കൊട്ടാരങ്ങൾ വിട്ടിറങ്ങുന്ന ഒരു നേരമുണ്ടല്ലോ. ഒരാളൊരു ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഇതെന്റെ ഭൂമിയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ, എന്റെ ഭൂമിയാണ്, എന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി ചിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇതുപോലെ നിന്റെ മുമ്പും ജനങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇത് എന്റേതാണ് എന്ന്. അതുകൊണ്ട് നീ ചിരിക്കണ്ട, അതുകൊണ്ട് നീ ചിരിക്കണ്ട എന്ന് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.